നമ്മൾക്ക് ഒരു വീഡിയോ കണ്ടതിന് ശേഷം അതിനെക്കുറിച്ചിട്ട് പ്രതികരിക്കാം. ആ വീഡിയോ ഇതാണ്. അപ്പൊ ഈ ആഹാര സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുന്നത് ആരുടെ പേരില? ഇസ്ലാമിന്റെ പേരിലാണ്. നോമ്പുകാലത്ത് മലപ്പുറം ജില്ലയിലെ സ്കൂളില് പാവപ്പെട്ട കുട്ടികൾക്ക് കഞ്ഞി കൊടുക്കണ്ടെന്ന് തീരുമാനിച്ച ഇസ്ലാമിന്റെ പേരിലാണ് ആഹാര സ്വാതന്ത്ര്യത്തെ കുറിച്ച് ഇവിടെ പ്രഘോഷണം നടത്തുന്നത്. ഈ മലപ്പുറം ജില്ല എന്ന് പറയുമ്പോൾ ചിലവർക്കൊരു ആലിളകിയാണ്. കാരണം അവിടുത്തെ ജനസംഖ്യ ഏറ്റവും കൂടുതൽ ജീവിക്കുന്നത് മുസ്ലിം സമുദായം എന്ന നിലയിൽ അതിനൊരു വർഗീയപരമായിട്ട് നോക്കിക്കാണുന്ന ചിലവരുണ്ട്. പക്ഷെ അവിടെ ജീവിക്കുന്ന ലക്ഷക്കണക്കിന് മറ്റുള്ള മതവിശ്വാസികളുമുണ്ട്. പക്ഷെ ഒരിക്കലും തന്നെ ഇദ്ദേഹം സൂചിപ്പിച്ചതുപോലെ, ഇദ്ദേഹം പറഞ്ഞതുപോലുള്ള ഒരു കാര്യവും അവിടെ നടക്കുന്നില്ല. റംസാൻ ആവുമ്പോൾ ഏറ്റവും കൂടുതൽ വെടിചാരുന്ന ഒരു ജില്ലയാണ് മലപ്പുറം ജില്ല. അതായത് റംസാനിന് അവിടുത്തെ മറ്റുള്ള മതവിശ്വാസികൾക്ക് ദാഹിച്ചു കഴിഞ്ഞാൽ പുറത്തുനിന്ന് ഒരു ഗ്ലാസ് വെള്ളം പോലും കിട്ടൂല. എല്ലാ ഹോട്ടലുകളും അടച്ച് പൂട്ടിയിരിക്കുന്നു. എല്ലാ ഹോട്ടലുകളും എല്ലാം മറ്റുള്ള ഈ വെള്ളം കൊടുക്കുന്ന സ്ഥാപനങ്ങളൊക്കെ നിർബന്ധിച്ച് അവിടെ അടപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നൊക്കെയാണ് കുപ്രചരണങ്ങൾ നേടുന്നത്. പക്ഷെ സത്യത്തിൽ അവിടെ റംസാൻ കാലത്ത് എത്രയോ ഹോട്ടലുകൾ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ള കാര്യം ആർക്കും നിഷേധിക്കാൻ പറ്റത്തില്ല. പിന്നെ മറ്റൊരു കാര്യമാണ്, അവിടുത്തെ സ്കൂളുകളിൽ റംസാൻ കാലമായി കഴിഞ്ഞാൽ കഞ്ഞി കൊടുക്കുന്നില്ല എന്നുള്ള ഒരു കുപ്രചരണം. അതിനെ പരാമർശിച്ചുകൊണ്ടാണ് ഇദ്ദേഹം പറഞ്ഞത്. ഇദ്ദേഹം ഒരു പത്രത്തിന്റെ പത്രാധിപരാണെന്നാണ്. ഇപ്പൊ ഇവർ അറിയപ്പെടാൻ തുടങ്ങിയത് ഒരു ഷവർമ വിഷയവുമായിട്ടാണല്ലോ. ആ ഷവർമ വിഷയവുമായിട്ടാണ്, ആ വിവാദവുമായിട്ടാണ് ഇദ്ദേഹം മാധ്യമങ്ങളിൽ ശ്രദ്ധിക്കപ്പെടാത്തത്. ഷവർമ വിഷയത്തിനെ പറ്റിയിട്ടുള്ള ഇദ്ദേഹത്തിന്റെ പരാമർശമാണ് ഇദ്ദേഹത്തെ എല്ലാവരും തിരിച്ചറിയാൻ കഴിഞ്ഞത്. അപ്പൊ ആ വിഷയം കഴിഞ്ഞു, പിന്നീട് വീണ്ടും വേറൊരു വിഷയത്തിലേക്കാണ് അദ്ദേഹം വരുന്നത്. ഇങ്ങനെ വർഗീയപരമായിട്ട് വാക്കുകൾ പറഞ്ഞ് അതിൽ ശ്രദ്ധ പിടിച്ചു പറ്റുക എന്നാണ് ഇത്തരക്കാരുടെ ഉദ്ദേശം. അതായത് പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടണമെങ്കിൽ ഇതുപോലെയുള്ള വർഗീയപരമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തണം. സത്യത്തിൽ ഇവർ പറയുന്നതൊക്കെ വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മുടെ നാട് എന്ന് പറയുമ്പോൾ, നമ്മുടെ കേരളം എന്ന് പറയുമ്പോൾ മതസൗഹാർദ്ദത്തിന് വളരെ ഊന്നൽ നൽകുന്ന ഒരു നാടാണ്. ഇവിടെ വർഗീയതയ്ക്ക് വിത്ത് മുളക്കാതൊരു നാടാണ്. ഇവിടെ ഹൈന്ദവ മതവിശ്വാസികളായാലും ക്രിസ്തീയ മതവിശ്വാസികളായാലും ഇസ്ലാം മത വിശ്വാസികളായാലും തമ്മിൽ വളരെ ഐക്യത്തോടു കൂടി ജീവിക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. മറ്റുള്ള ഇതര സംസ്ഥാനങ്ങളിൽ അപേക്ഷിച്ച് നോക്കുമ്പോൾ മതസൗഹാർദ്ദം കാത്തു സൂക്ഷിക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. ഇവിടെ നാളിതുവരെയായിട്ട് പല രീതിയിലും, അത് ഏത് മതങ്ങളിൽ പെടുന്നവരായാലും തീവ്രമായി ചിന്തിക്കുന്ന ചിലവരൊക്കെ ഉണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ ഇവർ മതവിശ്വാസികളല്ല. ഇവിടെ മതം പഠിപ്പിക്കുന്നത് മറ്റുള്ള മതങ്ങളെ സ്നേഹിക്കാനും മറ്റുള്ള വിശ്വാസങ്ങളെ ബഹുമാനിക്കുവാനാണ്. അതായത് ഞാനൊരു ഇസ്ലാം മത വിശ്വാസിയാണെന്ന് പറയണമെങ്കിൽ ഞാൻ മറ്റുള്ള മതവിശ്വാസങ്ങളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ എന്റെ വിശ്വാസം എന്നിൽ പൂർണ്ണമാകൂ എന്നാണ് എന്റെ പ്രവാചകനും എന്റെ ഖുർആനും പഠിപ്പിക്കുന്നത്. അതായത് ഞാൻ വിശ്വസിക്കുന്ന പ്രവാചകനും ഞാൻ വിശ്വസിക്കുന്ന ഖുർആനും പഠിപ്പിക്കുന്നത്. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് മറ്റുള്ളവർ മതവിശ്വാസത്തെ നിന്ദിക്കാനും അനാദരവ് കാണിക്കാനും കഴിയുക? ഇതുപോലെ തന്നെയാണ് ക്രിസ്തു മതമായാലും അതുപോലെ തന്നെ ഹിന്ദു മതമായാലും അവരുടെ വേദഗ്രന്ഥങ്ങളിലൊക്കെ പഠിപ്പിക്കുന്നത് സൗഹാർദ്ദവും സമാധാനവുമാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു മതവിശ്വാസിക്ക് ഏത് രീതിയിൽ മറ്റുള്ള മതങ്ങളെ കുറ്റപ്പെടുത്താൻ കഴിയും? വർഗീയപരമായിട്ടുള്ള ചെറുതിരിവ് ഉണ്ടാക്കാൻ പറ്റും. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ഇത്തരക്കാർ യഥാർത്ഥത്തിൽ മതവിശ്വാസികളല്ല എന്നത്. അതായത് മതത്തിന്റെ ലേബൽ ഉപയോഗിച്ചുകൊണ്ട് വർഗീയത പറഞ്ഞ് രാഷ്ട്രീയമായി നേട്ടം കൊയ്യുക എന്നതാണ് ഇത്തരക്കാരുടെ ഉദ്ദേശം. അല്ലാതെ ഒരു മതവും ഇവിടെ അസമാധാനം ഉണ്ടാക്കണമെന്നും മറ്റുള്ളവരുടെ മതങ്ങളെ കുറ്റപ്പെടുത്തണമെന്നും ഒരു മതവും പഠിപ്പിക്കുന്നില്ല. ഇപ്പൊ ഇസ്ലാം മതത്തെ കുറിച്ചിട്ട് വളരെ തെറ്റിദ്ധാരണമായ രീതിയിലാണ് പ്രചരണം നടത്തുന്നത്. അതായത് ISS ആയാലും അതുപോലെ തന്നെ അൽഖയ്ദ ആയാലും അതുപോലെ മറ്റുള്ള ഇസ്ലാം ലേബൽ ഉപയോഗിച്ചുകൊണ്ട് തീവ്രവാദം നടത്തുന്ന സംഘടനകളൊക്കെ ആയാലും ഇവരൊക്കെ ഇതുകൊണ്ട് മുസ്ലിം സമുദായത്തെ, ഇസ്ലാം മതവിശ്വാസികളത്തെ അങ്ങേയറ്റം അവഹേളിക്കുന്ന തരത്തിലാണ് പാശ്ചാത്യ മാധ്യമങ്ങളടക്കം നാളിതുവരായിട്ട് കൊണ്ടുപോകുന്നത്. ഇവിടെ യഥാർത്ഥത്തിൽ ഇസ്ലാം എന്നത് സമാധാനമാണ്. സമാധാനത്തിന്റെ ഉറവിടമാണ് ഇസ്ലാം. ഇസ്ലാമിൽ ഒരു വ്യക്തിയെ അകാരണമായി ഒരാൾ കൊലപ്പെടുത്തുകയാണെങ്കിൽ
ഈ ലോകത്തെ മുഴുവൻ ആൾക്കാരെ കൊലപ്പെടുത്തിയതിന്റെ തുല്യതയുള്ള കുറ്റം ലഭിക്കുമെന്നാണ് പ്രവാചകൻ പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരു ഉറുമ്പിന്റെ ജീവൻ പോലും അകാരണമായി ഇല്ലാതാക്കാൻ പാടില്ല എന്നാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത്. പ്രവാചകനോട് ഏറെ സ്നേഹമുള്ള ഒരു കുട്ടി പ്രാവിനെ സമ്മാനിച്ചു, വളരെ സന്തോഷത്തോടു കൂടി സമ്മാനിച്ചു. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, മോനെ, ഇതിനെ കാത്തു നിൽക്കുന്ന ഒരു തള്ളയുണ്ട്, അതായത് ഇതിന്റെ തള്ള. അപ്പൊ തള്ളപ്രാവിന്റെ കരച്ചില് പോലും കേൾക്കാൻ ഒരു ഇതില്ലാത്ത ഒരു മതമാണ് ഇസ്ലാം. അപ്പൊ അങ്ങനെ വിശ്വസിക്കുന്ന ഒരു വിശ്വാസിക്ക് എങ്ങനെ തീവ്രവാദവും ഭീകരവാദവും നടത്താൻ പറ്റും? അപ്പോൾ ഇവരെല്ലാം മതത്തിന്റെ ലെവൽ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്നതാണ്. ഇസ്ലാം എന്ന പേര് കൊണ്ട് ഒരാളും ഒരു വിശ്വാസിയാകുന്നില്ല. ഞാനെന്ന ഒരു പേര്, ഇപ്പൊ ഫാറൂഖ് എന്ന പേര്, ആ പേരിൽ ഉദ്ദേശിച്ചുകൊണ്ട് ഞാനൊരു ഇസ്ലാം മത വിശ്വാസി ആകണമെന്നില്ല. നേരെ മറിച്ച് ഇസ്ലാമിന്റെ കാര്യങ്ങളെ, അനുഷ്ഠാനങ്ങളെ മുറുകെ പിടിക്കുകയും അതിനെ പിന്തുടരുകയും ചെയ്യുമ്പോൾ മാത്രമേ എന്റെ വിശ്വാസം എന്നിൽ നിന്ന് പൂർണ്ണമാകുകയുള്ളൂ. അതായത് മറ്റുള്ള മതങ്ങളെ ബഹുമാനിക്കുക, ആദരിക്കുക, നാട്ടിൽ സമാധാനം ഉണ്ടാക്കുക, മറ്റെല്ലാ ദുഷ്പ്രവർത്തികളിൽ നിന്ന് വിട്ടുനിൽക്കുക, എനിക്ക് കർത്തവ്യമായിട്ടുള്ള നമസ്കാരങ്ങളും മറ്റുള്ള ഇബാദത്തുകളും നിർവഹിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ മാത്രമേ എന്റെ വിശ്വാസം പൂർണ്ണമാകുകയുള്ളൂ. അപ്പം മാത്രമല്ല എന്റെ രാജ്യത്തോട് കൂറ് പുലർത്തുക. ഇപ്പോൾ നമ്മളിപ്പോ ഇന്ത്യ പാകിസ്ഥാൻ വാറിന്റെ പശ്ചാത്തലത്തിൽ ഇവിടുത്തെ മുസ്ലിങ്ങളെ ഒരു വിഭാഗത്തിലെ ചില തീവ്ര ചിന്താഗതികൾ ആൾക്കാർ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ഇസ്ലാം മത വിശ്വാസി എന്ന് പറയുന്നുണ്ടെങ്കിൽ രാജ്യസ്നേഹമാണ്. അതായത് ഒരു വിശ്വാസത്തിന്റെ പൂർണ്ണതയിൽ എത്തണമെങ്കിൽ സ്വന്തം മാതൃരാജ്യത്തിനോട് കൂറ് പുലർത്താത്തവൻ എന്നിൽപ്പെട്ടവനല്ല എന്നാണ് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു വിശ്വാസിക്ക് എങ്ങനെ രാജ്യദ്രോഹം ചെയ്യാനും എങ്ങനെ ഭീകരവാദം ചെയ്യാനും എങ്ങനെ തീവ്രവാദം ചെയ്യാനും കഴിയും? ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നവരുടെ കാഠിന്യം തലപ്പാവും കണ്ടിട്ട് അത് ഇസ്ലാം മത വിശ്വാസത്തിന്റെ ഭാഗമായി ചെയ്യുന്നതാണെന്ന ദുഷ്പ്രചരണം നടത്തുന്നതാണ് ഏറ്റവും വലിയൊരു അപകടകരമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം. ഇവർ ഇസ്ലാമിനെ കുറിച്ചിട്ട് പഠിക്കാത്തവരാണ്. ഇവർ ഇസ്ലാമിന്റെ കാര്യങ്ങളെ കുറിച്ചിട്ടോ ഇസ്ലാമിന്റെ ഇത്തരം അവസ്ഥകളെ കുറിച്ചിട്ടോ ലെവലേശം പോലും പഠിക്കാതെ ഒരു വിഭാഗമാണ്. അതുകൊണ്ടാണ് ഇവർ ഇസ്ലാമിനെ കുറ്റപ്പെടുന്നത്. അതായത് അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ പള്ള നിറയെ ഭക്ഷിക്കുന്നവൻ എന്നിൽപ്പെട്ടവനല്ല എന്നാണ് പ്രവാചകൻ പറഞ്ഞത്. അയൽവാസി ഇസ്ലാം മതവിശ്വാസി തന്നെയാകണമെന്നല്ല പ്രവാചകൻ പറഞ്ഞത്. അതേതും മതവിശ്വാസികളായിക്കോട്ടെ, മതവിശ്വാസത്തിൽ ഉള്ളവരായിക്കോട്ടെ, അയൽവാസി ആരായാലും ശരി, അവരെ വെച്ചുകൊണ്ട് വയറ് നിറയെ ഉണ്ണുന്നവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന് പ്രവാചകൻ പറയണമെങ്കിൽ അവൻ വിശ്വാസിയല്ല എന്നാണ്. അപ്പൊ അത്രത്തോളം കാരുണ്യത്തിനും അത്രത്തോളം സ്നേഹത്തിനും ഊന്നൽ നൽകിയിട്ടുള്ള ഒരു മതമാണ് ഇസ്ലാം. അങ്ങനെയുള്ള ഒരു ഇസ്ലാം മത വിശ്വാസിക്ക് എങ്ങനെ ഭീകരവാദവും തീവ്രവാദവും നടത്താൻ പറ്റും? അപ്പൊ ഇതൊക്കെ ചെയ്യുന്നത് അവരുടെ രാഷ്ട്രീയ താല്പര്യമാണ്. അവരുടെ സ്വന്തം താല്പര്യത്തിന് വേണ്ടി മാത്രമാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. അല്ലാതെ ഇസ്ലാമിന്റെ പേരിൽ നടത്തുന്ന കാര്യങ്ങളല്ല. ഇപ്പോ നിരപരാധിയെ ഒരാൾ അകാരണമായി കൊലപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലോകത്തെ മുഴുവൻ കൊലപ്പെടുത്തിയവരുടെ തുല്യമായിട്ടുള്ള കുറ്റം ലഭിക്കുമെന്ന് പറയണമെങ്കിൽ എത്രത്തോളം മനുഷ്യജീവനക്കും മറ്റ് ജീവജാലങ്ങൾക്കും ഇസ്ലാം പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ഇസ്ലാമിന്റെ ഒഴിവാക്കപ്പെടാൻ പറ്റാത്ത രീതിയിലുള്ള യുദ്ധങ്ങൾ നടക്കുമ്പോൾ പോലും പ്രവാചകൻ സഹാബാക്കളോട് പറഞ്ഞ കാര്യം അകാരണമായി സ്ത്രീകളെയോ കുട്ടികളെയോ മറ്റുള്ളൊന്നും ആക്രമിക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല എന്നാണ്. അതായത് യുദ്ധങ്ങളിടയിൽ പോലും വളരെ കർശനമായ രീതിയിലുള്ള ഒരു ഇത് പ്രവാചകളിൽ ഉണ്ടാകണമെങ്കിൽ ഇസ്ലാം അത്രത്തോളം സമാധാനത്തിന്റെ മതമാണ്. ഇസ്ലാം അത്രത്തോളം സഹോദര്യത്തിന്റെ മതമാണ്. പ്രവാചകൻ പള്ളിയിലിരിക്കുന്ന സമയത്ത് ചർച്ച ഒരു ഇതിന് വേണ്ടിയിട്ട് ക്രൈസ്തവ വിശ്വാസികൾ വന്നപ്പോൾ അവരുടെ ആരാധന സമയത്ത് പ്രവാചകന്റെ മദീനയിലുള്ള പള്ളിയുടെ ഒരു ഭാഗം വിട്ടുകൊടുക്കണമെങ്കിൽ എത്രത്തോളം മതസൗഹാർദ്ദത്തിന് ഊന്നൽ കൊടുക്കുന്ന ഒരു മതമാണ് ഇസ്ലാം. അപ്പൊ ഇങ്ങനെയുള്ള ഒരു മതത്തിൽ എങ്ങനെ ഭീകരവാദവും തീവ്രവാദവും ചിന്തിക്കാൻ പറ്റും? അപ്പോൾ ഇസ്ലാമിനെ ഈ രീതിയിലുള്ള മോശമായ രീതിയിൽ പ്രചരിപ്പിക്കുന്നതാണ് അവരുടെ സ്വന്തം താല്പര്യം എന്നത്. ഇവർ പറയുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തിയും ഇസ്ലാമിലല്ല എന്നതാണ്. അതുകൊണ്ട് താടിയും തലപ്പാവും വെച്ചുകൊണ്ട് നിരപരാധികളെ കൊലപ്പെടുത്തുന്നവരെയും നിരപരാധികളെ ആക്രമിക്കുന്നവരെയും ഇസ്ലാമിന്റെ പേരിൽ
ഒരിക്കലും തന്നെ കെട്ടിവെക്കുന്ന കാര്യം ബാലിശനീയമല്ല. അത്തരക്കാർ ഇസ്ലാമിനെ കുറിച്ചിട്ട് അഗാധമായി ആഴത്തിൽ പഠിക്കണമെന്നാണ് ഈ അവസരത്തിൽ വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്.